ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യേണ്ടത് ഒരു തമിഴ്നാട് റെസിപ്പിയാണ്. മൊച്ചക്കൊട്ട ഉണ്ട്, കാരക്കുളമ്പ്. ഈ മൊച്ചക്കൊട്ട ഈ സീസണിൽ നന്നായിട്ട് നിറയെ കിട്ടും. ഞാൻ ഇത് മേടിച്ചിട്ട് തൊളിച്ച് വെച്ചതാണ്. സോ ഈ മൊച്ചക്കൊട്ട കൊണ്ട് എങ്ങനെ ഈ കറി ഉണ്ടാക്കാൻ ഞാൻ കാണിക്കാം. ആദ്യം ഒരു കപ്പ് മൊച്ചക്കൊട്ട ചുടുവെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ അത് അടച്ച് വെക്കാം. പിന്നെ ഇത് അരയ്ക്കാനുള്ളത് ആദ്യം തേങ്ങ, ഒരു അര കപ്പ് തേങ്ങ നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യണം. നമ്മൾ ഉള്ളിത്തീയലിനൊക്കെ ഫ്രൈ ചെയ്യുന്ന മാതിരി നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് 2 സ്പൂൺ കുഴമ്പ് മസാല പൗഡർ പറയും. ഈ കുഴമ്പ് മസാല പൗഡർ ഇല്ലെങ്കിൽ സാമ്പാർ പൗഡർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മല്ലിമുളക്, ജീരകം പൗഡറും പിന്നെ ചില്ലി പൗഡർ ഇട്ടിട്ട് നമുക്ക് ഈ മസാല റെഡിയാക്കാം. പിന്നെ ഈ മൊച്ചക്കൊട്ട വെന്തു അതിപ്പോൾ ഫിൽറ്റർ ചെയ്തിട്ട് വെക്കാം. സോ ഇതാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. പിന്നെ ചീൻചട്ടിയിൽ നല്ലെണ്ണ ഇടുക. ഇതിന് നല്ലെണ്ണ യൂസ് ചെയ്യുക. കടുകിട, ജീരകം, ഉലുവ, പിന്നെ വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ പൂണ്ടും ചെറിയ ഉള്ളി അല്ലെങ്കിൽ ബിഗ് ഓണിയൻ ഏതെങ്കിലും, പിന്നെ ടൊമാറ്റോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 1 മീഡിയം സൈസ് ടൊമാറ്റോ. അത് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യണം. ഇങ്ങനെ ഈ നന്നായിട്ട് അത് സ്മാഷ് ചെയ്തിട്ട് വരണം. ഈ കറിന് ഇതാണ് ഇതിൻ്റെ ബേസ് ആക്ച്വലി. പിന്നെ ഒരു ഹാഫ് കപ്പ് ടാമറിൻ വാട്ടർ നന്നായിട്ട് അതൊന്ന് ഇട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. വാട്ടർ വേണമെങ്കിൽ വാട്ടർ ഇട്ടിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുക കൺസിസ്റ്റൻസി. പിന്നെ ഈ അരച്ച മസാല അതിലിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ചില്ലി പൗഡർ, ഇത് ഓപ്ഷണലാണ്. ചില്ലി എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ചില്ലി ഇടാം. പിന്നെ അവസാനം ഈ മൊച്ചക്കൊട്ട നമ്മൾ വേവിച്ച് വെച്ച മൊച്ചക്കൊട്ട അതിലിട്ടിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെക്കണം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ. പിന്നെ അവസാനം കൊത്തമല്ലി ഇട്ടിട്ട് അത് വാങ്ങി വെക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. തമിഴ്നാട് സൈഡ് പോയാൽ എല്ലാ ഹോട്ടലിലും നമുക്ക് ഈ കാരക്കുളമ്പ് കിട്ടും. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ ക്യാബേജും കടലപ്പരിപ്പും ഇട്ടിട്ട് ഒരു തോരൻ പോലെ ഇട്ടു. പിന്നെ അവസാനം തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പിൻ്റെ എല്ലാം പിന്നെ പച്ചമുളകും ഒന്ന് കോഴ്സായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിലിട്ടിട്ട് ഞാൻ അതൊന്ന് വാങ്ങി വെച്ചു. സോ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ട് പറയൂ എങ്ങനെയുണ്ട് കമൻറ്റ് സെക്ഷനിൽ. ഇതുപോലെ നല്ല റെസിപ്പീന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.